ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ വീഡിയോ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളതൊരു ടു ഡു ലിസ്റ്റ് മെമ്മോ പാഡ്. എനിക്കിഷ്ടമുള്ള പോലെ ഞാനൊരു മേക്ക് ചെയ്യുന്നതിൻ്റെ ഒരു ക്രാഫ്റ്റ് വീഡിയോ നിങ്ങളെയും കൂടെ എനിക്ക് കാണിക്കണം തോന്നി. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണെന്നും വിചാരിക്കുന്നു. അപ്പം ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യും വേണം. അപ്പം ഞാൻ കുറച്ച് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇങ്ങനത്തെ ഒരു പേജ് ഞാൻ കട്ട് ചെയ്തുള്ളൂ. ഇതൊരു A4 ഷീറ്റ് പോലത്തേത് ഞാൻ സിക്സാക്കാക്കി മടക്കി വെട്ടിയതാണ്. ഞാൻ മടക്കുന്ന ഒന്നും കൂടെ കാണിച്ചിടതാ. ഈ ഒരു A4 എടുത്ത് ഞാൻ ഓൾറെഡി മടക്കി വെട്ടാനുള്ള പ്രിപ്പറേഷനിലായിരുന്നു. ഇങ്ങനെ മടക്കിയിട്ടതാ. ഇവിടെ ഈ നടു കറക്റ്റായിട്ട് ഇങ്ങനെ മടക്കുക, എന്നിട്ടത് ഇങ്ങനെ മടക്കി കൊടുത്തിട്ട് പിന്നെ അത് ഇങ്ങനെ മടക്കിയിട്ട് തിരിച്ചിങ്ങനെ എല്ലാം നൂർത്തിയിട്ട് മടക്ക് കറക്റ്റായി എന്ന് വെച്ചതിന് ശേഷം നൂർത്തിയിട്ട് ഈ സെൻറ്റർ പോർഷൻസില്ല ഇങ്ങനെ അവിടെ സിസേഴ്സ് വെച്ച് കട്ട് ചെയ്ത് കൊടുക്കുക. ഞാനിത് ചെയ്തിട്ടുണ്ട്. ഇത് ഞാൻ എങ്ങനെ ചെയ്തതെന്ന് വെച്ചാൽ ഇതെനിക്കിപ്പോൾ കറക്റ്റ് പെട്ടെന്നൊരു ഐഡിയ കിട്ടിയതുപോലെ ചെയ്തതാണ്. ഇങ്ങനെ വെച്ചിട്ട് ഒരു ചെറിയ മെമ്മോ പാഡ് പോലെ സെറ്റ് ചെയ്തു. പിന്നെ ഇത് ഞാൻ അയച്ചിട്ട് ഇത് സ്റ്റിക്ക് ചെയ്യാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇങ്ങനെ ഉണ്ടാക്കിയാൽ ഇവിടെ ചെറുതായിട്ട് എഴുതാൻ പറ്റും. അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് വലുതോ 1, 2, 3 ഉണ്ടാക്കാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. അപ്പം നമുക്ക് ചെയ്യാം, ബാക്കി ചെയ്യാം. ഞാനിതാ ഒരെണ്ണം ഓൾറെഡി കട്ട് ചെയ്തു. അടുത്തത് അങ്ങനെയുള്ളത് കട്ട് ചെയ്യാൻ പോണേ. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ട എന്താണെന്ന് വെച്ചാൽ ഇത് ക്ഷമയുള്ളവർ മാത്രമേ ചെയ്യാവൂ. എനിക്ക് തീരെ ക്ഷമല്ല. പിന്നെ ഇത് ചെയ്ത് കിട്ടണം എന്ന് ആഗ്രഹമുള്ളവർക്കും ചെയ്യാം. എന്താണെന്ന് വെച്ചാൽ ഇത് കട്ട് ചെയ്ത് വരാൻ കുറച്ച് പണിയാണ്. ഈ മിഡിൽ കൂടെ ആ വരയിൽ കൂടെ തന്നെ കട്ട് ചെയ്താൽ ചിലപ്പോൾ ഇത് ഒരേ അളവ് കിട്ടും. അല്ലാതെ വര മാറ്റി കട്ട് ചെയ്താൽ പലതും പല അളവിലേക്കും കിട്ടും. അത് എനിക്കുള്ളൊരു പ്രശ്നമാണ്. അതുകൊണ്ട് മാക്സിമം ഞാൻ പതുക്കെയാണ്. ഫാനൊന്നും ഇടാത്ത എന്താ വെച്ചാൽ കറണ്ടൊക്കെ ഉണ്ട്, പക്ഷേ ഇത് പറന്നു പോകും. അപ്പോഴേക്ക് ഞാൻ എവിടെയെങ്കിലുമൊക്കെ കൊണ്ടുപോയിട്ടു. അതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ ഒരിതും ഇല്ലാതെ വെട്ടിക്കൊണ്ടിരിക്കാൻ പോവാണ്. അപ്പം വെട്ടാം. ഇത് ഞാൻ എങ്ങനെ ചെയ്യുന്നത് വെച്ചാൽ മടക്കി കഴിഞ്ഞിട്ട് ഒരു വര കാണുമല്ലോ, ആ വരാൻ്റെ മേലെ കൂടെ കട്ട് ചെയ്ത് കൊടുക്കാണ്. മാക്സിമം വര മാറാതെ നോക്കിയിട്ട് കട്ട് ചെയ്യാണ്. അങ്ങനെ കട്ട് ചെയ്തത് 2 പേപ്പേഴ്സ് ഞാൻ ഇങ്ങനെ സെറ്റ് ചെയ്തു. ഇത് അളവ് ഇങ്ങനെ വെച്ചിട്ട് ഇവിടെ നിന്നിട്ട് ഗ്ലൂ തേച്ചാലും മതിയാവണം. അല്ലെങ്കിൽ ഇത് ഞാൻ വേറെ വല്ല യൂസിനും എടുക്കുക, എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി. എനിക്ക് ക്രാഫ്റ്റ് ചെയ്യാൻ നല്ല ഇഷ്ടമാണ്. അപ്പം അങ്ങനെയുള്ളത് ഇതിൽ. അപ്പോൾ അത് ബാലൻസാണ് ഫ്രണ്ട്സ്, അതൊന്നുമില്ല. ഇങ്ങനത്തെ കുറച്ച് ഇങ്ങനത്തെ പേജ് വെച്ചിട്ട് ഇവിടെ ഇങ്ങനെ സ്റ്റിക്ക് ചെയ്ത് ഇവിടെ ഗ്ലൂ വെച്ചിട്ട് സ്റ്റിക്ക് ചെയ്തൊരു ബുക്ക് പോലെ ആക്കാം. അപ്പോൾ ഇതേ ആവശ്യമുള്ളൂ. അത് ഞാൻ മാറ്റി വെച്ചേക്കണം. ഇത് ആവശ്യമില്ല. അത് നമുക്ക് വേണമെങ്കിൽ വല്ല വരച്ച് ക്രാഫ്റ്റ് എന്തെങ്കിലും യൂസ് ചെയ്യാം. അപ്പോൾ ഇത് ഞാൻ മാറ്റിക്കാനും. ഇതേപോലത്തത് കുറച്ചെണ്ണം ഞാൻ ഒരേ അളവിന് ഉണ്ടാക്കുകയാണ്, ഇപ്പുറത്തും ആയിട്ടുള്ളത്. അപ്പം നമുക്ക് അതിന് ചെയ്യാൻ നോക്കാം. അപ്പോൾ ഞാനിതാ എങ്ങനെയാണ് ഇപ്പോൾ ചെയ്യുന്നതെന്ന് ആലോചിച്ച് നിൽക്കുകയാണ്. എനിക്കിപ്പോൾ അറിയില്ല ഞാൻ എന്താ ചെയ്തതെന്ന്. അപ്പോൾ കുറച്ച് പണിയാണ്, ബുദ്ധിമുട്ടൊന്നുമില്ല, വലിയ ചെയ്യാന്നേ ഉള്ളൂ. അപ്പം തുടങ്ങാം. നെക്സ്റ്റ് കട്ടിങ്ങിലേക്ക് കിടക്കാൻ. ഞാൻ ഇവിടെ നട്ടി എനിക്ക് പേടിയാണ് ഇങ്ങനത്തെ കണ്ട്. ഒരു അടയാളത്തിൽ കട്ട് ചെയ്ത് പോയാൽ അതേ അളവിൽ കിട്ടും. ഇത് അതിൻ്റെ കൂടെ വേസ്റ്റ് ആയിട്ടുള്ളതാണ്. ഇത് നിലത്തേക്ക് പോയി, അതുകൊണ്ടാണ് ഞാൻ അങ്ങോട്ട് പോയത്. എനിക്ക് കട്ട് ചെയ്യണമല്ലോ, എനിക്ക് ആവശ്യമുള്ളത് കൊണ്ട് ഞാൻ പോയെടുത്തതാണ്. അല്ലെങ്കിൽ എനിക്ക് എന്താണെന്നറിയില്ല, ഇങ്ങനത്തെ ഓരോ പരിപാടി എടുക്കാനും ചെയ്യാനൊക്കെ വളരെ ഇഷ്ടമാണ്. ഞാനപ്പോൾ ഒന്നും കൂടെ ഇങ്ങനെ തന്നെ ഉണ്ടാക്കി. ഒരളവാണോ നോക്കണം, ഒരളവാവണം, ആയേ പറ്റൂ. അപ്പോൾ ഞാൻ ഒരേ അളവ് ആക്കിയിട്ടുണ്ട്. ഇവിടെ ഇത്തിരി കൂടുതലുണ്ട്, അത് ഞാൻ എങ്ങനെയെങ്കിലുമൊക്കെ കട്ട് ചെയ്യാൻ പോവാണ്. അപ്പോൾ കട്ട് ചെയ്തിട്ട് കാണേ. ഇപ്പോൾ ഫ്രണ്ട്സ് ഞാനത് കട്ട് ചെയ്ത് ഒരേ അളവാക്കിയിട്ടുണ്ട്. ഇപ്പോൾ കറക്റ്റാണ്. ഇനി ഇതേപോലത്തെ ഒരെണ്ണം കൂടെ സെറ്റ് ചെയ്യാറുണ്ട്. ഇത് വേസ്റ്റാണ്. എനിക്കിത് അതേപോലെ കട്ട് ചെയ്യാണ്ട് ലോങ് ഷീറ്റാണ്.
അത് കട്ട് ചെയ്ത് അതിൻ്റെ 4 എടുത്തിട്ട് വേണം ചെയ്യാൻ. അപ്പം ഞാൻ കട്ട് ചെയ്യുന്ന കാണിക്കുന്നില്ല ഇനി, കാരണം നിങ്ങൾക്ക് അറിയാമല്ലോ ഇങ്ങനെ കട്ട് ചെയ്യേണ്ടതെന്ന് ഞാൻ കാണിച്ചിട്ടുണ്ടല്ലോ. അപ്പം ഇനി ബാക്കി കട്ട് ചെയ്തിട്ട് വെക്കാം. കട്ട് ചെയ്ത് ഞാൻ എടുത്തിട്ടുണ്ട്, ഇതേപോലെ 2 എടുത്തിട്ടുണ്ട്. ഇനി ചെറുതാ ഇങ്ങനെ കട്ട് ചെയ്ത പീസ് മാറ്റി വെക്കണം. അപ്പം ഞാൻ അത് കട്ട് ചെയ്യാം. ഞാൻ വെറും 4 ഇതേ ഉണ്ടാക്കുള്ളൂ. നിങ്ങൾക്ക് വേണമെങ്കിൽ കൂട്ടണമെങ്കിൽ അത് കൂട്ടാം. ഞാൻ പക്ഷേ ഇത് ഇങ്ങനെ ഒട്ടിക്കണം എന്നാണ് എനിക്ക് ഡൗട്ട്. അത് ഞാൻ എങ്ങനെയായാലും ഒട്ടിച്ച് കാണിച്ചു തരാം. നിങ്ങൾക്ക് ഇനി വേണം അത് മെമ്മോ പാഡ് ഇതേപോലെ ഈ മടക്കില്ലാത്ത ഇങ്ങനെ ഈ അളവിൽ വെട്ടി ഇങ്ങനെ ഇവിടെ സ്റ്റിക്ക് ചെയ്തിട്ട് ഇങ്ങനെ തുറക്കുന്ന മെമ്മോ പാഡ് പോലെ ആക്കി തരാം. ഞാൻ കാണിച്ചു തരുന്നത് ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ തുറക്കുന്ന മെമ്മോ പാഡ് ആക്കാം. ഞാൻ പക്ഷെ അങ്ങനെയല്ല ആക്കുന്നത്. എനിക്കൊരു ബുക്ക് പോലെ ആയതിനെക്കൊണ്ട് ഞാനിത് ഇങ്ങനെയാണ് ആക്കുന്നത്. ഇങ്ങനെ വെച്ച് ഇത് പൊട്ടിച്ച് കഴിഞ്ഞാൽ തന്നെ പിന്നെ തുറക്കുമ്പോൾ ഇവിടെ ഈ പേജില്ലേ, ഞാനൊരു എക്സാമ്പിൾ കാണിച്ചു തരാം. എന്തായാലും പെന്നോ പെൻസിൽ വെച്ച് ടു-ഡു ലിസ്റ്റ് എഴുതി ഇങ്ങനെ പൂട്ടിവെക്കുക. ഇതാവുമ്പോൾ ക്യാരി ചെയ്യാനും എളുപ്പമാണ്. ചെറുതല്ല, അപ്പോൾ പൗച്ചിലൊക്കെ ഇട്ടാലും മതി. അപ്പം ബാക്കി കട്ട് ചെയ്യാം. മടിയിൽ വെച്ചിട്ട് അങ്ങോട്ട് നോക്കിയിരിക്കുന്നു. അപ്പം എന്നാൽ കട്ട് ചെയ്യാം. ഓക്കെ, സെറ്റ് ഫ്രണ്ട്സ്. അപ്പം ഞാൻ ഫാൻ ഇട്ടേക്ക് കുറേ നേരമായിട്ട് ചൂടെടുക്കുന്നതൊക്കെ അങ്ങനെ ഇതാണ്. അപ്പം സാധനമൊക്കെ ഞാനിവിടെ ഒതുക്കി വെച്ചിട്ടുണ്ട്. ഓരോന്നും ഇതിൻ്റെ മേലെ പേപ്പറിൻ്റെ മേലെ കത്രിക ഗ്ലൂ, ഇത് എൻ്റെ മറ്റേ വേസ്റ്റ് പേപ്പേഴ്സിൻ്റെ മേലെ പൗച്ച് കാര്യങ്ങൾ, ഇതിൻ്റെ മേലെ ഇനി വെട്ടാനുള്ളതിൻ്റെ മേലെ ഫയല്, പിന്നെ ഒരു ബോക്സും വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതൊന്നും പറന്നു പോകില്ല. ഇനി നമുക്ക് ബാക്കി നോക്കാം. കട്ട് ചെയ്യുന്നതാണ് ഈ സൂക്ഷിക്കേണ്ടത്. കാരണം കട്ട് ചെയ്യുന്നതാണ് പെട്ടെന്ന് പറന്നു പോവുക കാറ്റാണെങ്കിൽ. അപ്പോൾ ഇനി കട്ട് ചെയ്തിട്ട് നോക്കാം. അപ്പം ഞാൻ കട്ട് ചെയ്തിട്ട് കാണാം. സെറ്റ് അളവ് കറക്റ്റായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ വെട്ടേണ്ട ആവശ്യമില്ല. ഉണ്ടോ ഇല്ല ഫ്രണ്ട്സ്. അപ്പം ഞാൻ അങ്ങനത്തെ ഇനി ഒരെണ്ണം കൂടി എനിക്ക് ഉണ്ടാക്കാനുള്ളൂ. അത് കഴിഞ്ഞാൽ ഒട്ടിക്കൽ പരിപാടി ഉണ്ടല്ലോ. എന്നുവെച്ചാൽ ഒട്ടിക്കാതെ ബുക്കാക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ ആ ഒരു പരിപാടിയിലേക്കാണ് ഇനി. ഇത് വെട്ടി തീർന്നിട്ടേ ഉള്ളൂ, വെട്ടി തീരണം. പക്ഷെ ഫുള്ളാണ്ട് ഇനി വെട്ടി എടുക്കാൻ. അപ്പം ഇവിടെ ഇപ്പം മഴ പെയ്യുന്നുണ്ട്. ഇപ്പം പെയ്യില്ല, നേരത്തെ നല്ല മഴ ഉണ്ടായിരുന്നു. അപ്പം ഇപ്പോൾ ഇവിടെ കാലാവസ്ഥ ഓക്കെയാണ്. ഞാനൊരു വിൻഡോ പുറത്തേക്ക് കാണാം ഇവിടെ ഇരുന്നാൽ. അങ്ങനെയുള്ള ഒരു സ്ഥലത്താണ് ഇരിക്കുന്നത്. അപ്പം നമുക്ക് കട്ട് ചെയ്യാം. മാക്സിമം ഒരേ അളവ് കിട്ടണമെങ്കിൽ ഉറപ്പായിട്ടും ഈ മടക്കി വര വീഴൂലേ, ആ വരയെ കൂടെ കട്ട് ചെയ്യാൻ നോക്കണം. എന്നാൽ സെറ്റായിരിക്കും. അല്ലെങ്കിൽ ചിലപ്പോൾ മുകളിൽ ഇങ്ങനെ ഇരിക്കും, മുകളിൽ ചിലപ്പോൾ ഇങ്ങനെ ഉണ്ടാവും, അല്ലെങ്കിൽ ഇങ്ങനെ ഉണ്ടാവും. ഒക്കെ കുളമാവും മൊത്തത്തിൽ. അതാണ് പ്രശ്നം. അപ്പോൾ മാക്സിമം ഈ വര കണ്ടോ, ഈ വര കണ്ടല്ലേ ഫ്രണ്ട്സ്, ഈ വരേൻ്റെ മുകളിൽ കൂടെ ഇങ്ങനെ കട്ട് ചെയ്ത് പോയാൽ ചിലപ്പോൾ അത് ഒരേ അളവിൽ കിട്ടും മിക്കവാറും. അപ്പോൾ അതല്ലേ നല്ലത്. അപ്പോൾ അത് നമുക്ക് ചെയ്യാം. കട്ട് ചെയ്യാം ഫ്രണ്ട്സ്. അങ്ങനെ എൻ്റെ പണി കഴിഞ്ഞ് ഞാൻ 4 എടുത്തിട്ടുണ്ട്. ഇനി ഇത് ഒട്ടിക്കൽ പരിപാടിയാണ്. അത് ഇങ്ങനെ ഒട്ടിക്കുന്നില്ല. എൻ്റെ ഉള്ളത് ഫെവി സ്റ്റിക്കാണ്. ഫെവി ഗ്ലൂ വേണം ഇങ്ങനെ ഒട്ടിച്ചിട്ട് പരത്തി എന്തെങ്കിലും ആക്കണമെങ്കിൽ തന്നെ. അപ്പം എന്താക്കുന്ന ഒരു ഐഡിയ ഇല്ലാതെ നിൽക്കുകയാണ്. നമുക്ക് നോക്കാം ഫ്രണ്ട്സ്. അപ്പം അതാ കുറേ പരിശ്രമത്തിന് ശേഷം ഉണ്ടാക്കിയിരിക്കുന്നു. ഇനി ഇതിൽ നിങ്ങൾക്ക് വേണേൽ സ്റ്റിക്കേഴ്സൊക്കെ ഇതിൽ ഒട്ടിക്കാം. ഞാൻ പക്ഷെ ഒന്നും ഒട്ടിക്കുന്നില്ലെങ്കിൽ ഒരു ബുക്കും കൂടെ ഇങ്ങനത്തെ ഉണ്ടാക്കാറുണ്ട്. അപ്പം ഞാനതൊക്കെ ഉണ്ടാക്കിയിട്ടേ ഒട്ടിക്കണുള്ളൂ. അപ്പം നിങ്ങൾക്ക് ഒട്ടിക്കാം. കവായ സ്റ്റിക്കർ ആയാലും എന്ത് സ്റ്റിക്കേഴ്സ് ആയാലും ഇവിടെ ഒട്ടിച്ചിട്ട് നല്ലൊരു രസം ഉണ്ടാവും. വേണേൽ ടു ഡു ലിസ്റ്റ് ബുക്ക് എന്നും എഴുതാം. അപ്പം അങ്ങനെയാണ് ഇത്. പിന്നെ ഈ ഉണ്ടാക്കിയ സാധനം കണ്ടു, ഇവിടെ ലെവല് തെറ്റിപ്പോയി. ഉണ്ടാക്കി ഒട്ടിച്ചപ്പോഴത്തേക്കും ഗ്ലൂ ഇല്ലാതെ, ഗ്ലൂവിൻ്റെ ഒരു ആവശ്യമില്ല. ഈ ഗ്ലൂ ഉണ്ടോ, ഫെവി സ്റ്റിക്കായാലും ഫെവി ഗമ്മായാലും എറിഞ്ഞിട്ടേക്കാം, ഒരേ ആവശ്യമില്ല. അതിൻ്റെ സ്റ്റാപ്ലറും ഒരു പിന്നും മാത്രം മതി.
ഇതാ ഞാൻ 1 2 3 4 5 പിന്ന് അടിച്ചിട്ടുണ്ട്. വെറും 3 പിന്ന് മതി. ഇതാ സെൻറ്ററിൽ ഇവിടെ മതി. ഇത് രണ്ടും എനിക്ക് ഇങ്ങോട്ട് പോകുമെന്ന് പേടിയായിട്ട് ഞാൻ ഒട്ടിച്ചതാണ്. അപ്പം മിനി ബുക്ക് റെഡി. അപ്പം മിനി ബുക്ക് ഉണ്ടാക്കിയിട്ടുണ്ട് ഞാൻ കുറേ പരിശ്രമിച്ചതിന് ശേഷം. എൻ്റെ കളർ പേപ്പർ ഉണ്ട്, പക്ഷെ ഞാൻ എടുക്കാത്ത എന്താണെന്ന് വെച്ചാൽ ഞാനത് എടുക്കുന്നത് ഇങ്ങനത്തെ ക്രാഫ്റ്റ് ചെയ്യാൻ ഞാൻ യൂസ് ചെയ്യില്ല. എനിക്ക് A4 ആണ് കുറച്ചും കൂടെ ബെറ്റർ. കളറെല്ലാം മറ്റേത് ചെയ്യാനാണെങ്കിലും ക്രാഫ്റ്റ് ചെയ്യാനാണെങ്കിലും. കളർ പേപ്പർ ഞാനിപ്പോൾ എന്തെങ്കിലും എന്താ പറയുക ലീഫ് വരയ്ക്കാൻ അങ്ങനെയൊക്കെ വരച്ച് എന്തെങ്കിലുമൊക്കെ ചെയ്യാണ്ടെങ്കിൽ മാത്രമേ യൂസ് ചെയ്യുള്ളൂ. എനിക്ക് ഇങ്ങനത്തെ ഉണ്ടാക്കാൻ A4 ക്ലീൻ പേപ്പേഴ്സൊക്കെ എനിക്കിഷ്ടം. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ വെച്ചുണ്ടാക്കിയത്. നിങ്ങൾക്ക് വേണമെങ്കിൽ അത് കളർ പേപ്പറിലും ഉണ്ടാക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഫ്രണ്ട്സ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, കൂടെ ലൈക്കും ചെയ്യണം. നിങ്ങൾക്ക് ഇഷ്ടമുള്ളവർക്ക് വീഡിയോ ഷെയറും ചെയ്യണം. അപ്പം ഞാനെന്താ ഇങ്ങനെ നിൽക്കുന്നത് വെച്ചാൽ കുളി കഴിഞ്ഞ് വന്നിട്ട് ചെയ്തിട്ടുള്ളൂ. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്തൊരു നല്ലൊരു